ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതിയിട്ടുണ്ട്, അവൻ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ പോയിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട്, ഇങ്ങനെ ട്ടുണ്ട് അല്ലേ? അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ കാണുന്നത്. ഇതിന് ഇംഗ്ലീഷിലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് വിളിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഈ പേരൊന്നും കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമില്ല. സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ വാചകം ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ്, അതിന്റെ കൂടെ ഹാസ്, സിംഗുലർ ആണെങ്കിൽ ഹാസ് വയ്ക്കും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വയ്ക്കും. അതിന്റെ കൂടെ വെർബിന്റെ, ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അത് വയ്ക്കും. ഇവിടെ PP എന്ന സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി വെച്ചതാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അതാണ് വയ്ക്കുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് എപ്പോഴും ഇവിടെ ഉപയോഗിക്കുക, അത് മറക്കരുത്. അതുകൊണ്ട് ഈ ഫോം അറിയില്ല എങ്കിൽ ഇത് പറയാൻ പറ്റില്ല. ഒരു വാചകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഞാൻ എഴുതിയിട്ടുണ്ട്, ഐ ഹാവ് റിട്ടൺ. ഞാൻ എഴുതിയിട്ടുണ്ട്, ഐ ഹാവ് റിട്ടൺ. ഇന്ന് നമ്മൾ കാണുന്നത് അതിന്റെ ചോദ്യമാണ്. ഞാൻ എഴുതിയിട്ടുണ്ടോ? മലയാളത്തിൽ നമ്മൾ ചോദിക്കില്ലേ, ഞാൻ വന്നിട്ടുണ്ടോ, അവൻ വന്നിട്ടുണ്ടോ, നീ പഠിച്ചിട്ടുണ്ടോ? ചോദ്യം അതാണ് ഇന്ന് നമ്മൾ കാണുക. ഇംഗ്ലീഷിലെ ചോദ്യം ഉണ്ടാക്കുന്ന രീതി നമുക്കറിയാം. വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടും. വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടാൽ ചോദ്യമായി, എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടുക. ഇവിടെ വെർബ് ഏതാണ്? ക്രിയ ഐ ഹാവ് റിട്ടൺ ആണ്. ഹാവ് റിട്ടൺ. ഇവിടെ ഹാവിന് പ്രത്യാർത്ഥമില്ല, റിട്ടണ് പ്രത്യാർത്ഥമില്ല. ഹാവ് റിട്ടൺ എന്ന് പറയുമ്പോൾ എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് എന്നർത്ഥം കിട്ടും. മലയാളത്തിൽ നമുക്ക് ഒരു വാക്കാ എഴുതിയിട്ടുണ്ട്, ഒറ്റ വാക്കിയുള്ളൂ. ഇംഗ്ലീഷിലെ രണ്ട് വാക്കുകൾ ഹാവ് റിട്ടൺ ചേരുമ്പോഴാണ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, ഹാവ് മുന്നിൽ വെച്ചാൽ മതി, ചോദ്യം കിട്ടും. ഹാവ് ഐ റിട്ടൺ? ഞാൻ എഴുതിയിട്ടുണ്ടോ? ഇവിടെ ഐ പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാവ് ഐ റിട്ടൺ. പഠിക്കുമ്പോഴും അങ്ങനെ പഠിക്കണേ. ഹാവ് ഐ റിട്ടൺ, ഹാവ് ഐ റിട്ടൺ. ഹാവ് ഐ റിട്ടൺ അല്ല, ഹാവ് ഐ റിട്ടൺ. ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ പിന്നീട് തെറ്റ് പറയുകയില്ല. നമുക്ക് നോക്കാം. ഹാവ് ഐ റിട്ടൺ എ ബുക്ക്? ഹാവ് ഐ റിട്ടൺ എ ബുക്ക്? ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടോ? ഹാവ് ഐ റെഡ്? ഞാൻ വായിച്ചിട്ടുണ്ടോ? ഹാവ് ഐ സെൻഡ് എ ലെറ്റർ? ഞാനൊരു ലെറ്റർ അയച്ചിട്ടുണ്ടോ? ഹാവ് ഐ ടോട്ട്? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഹാവ് ഐ പ്രേഡ്? ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഹാവ് ഐ ടേക്കൺ? ഞാൻ എടുത്തിട്ടുണ്ടോ? ഹാവ് ഐ ഡൺ? ഞാൻ ചെയ്തിട്ടുണ്ടോ? അടുത്തത് വി. ഹാവ് യു റിട്ടൺ എ ബുക്ക്? നമ്മൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ? ഹാവ് യു റെഡ്? നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഹാവ് യു സെൻഡ് എ ലെറ്റർ? നമ്മൾ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടോ? ഹാവ് യു ടോട്ട്? നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഹാവ് യു പ്രേഡ്? നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഹാവ് യു ടേക്കൺ? നമ്മൾ എടുത്തിട്ടുണ്ടോ? ഹാവ് യു ഡൺ? നമ്മൾ ചെയ്തിട്ടുണ്ടോ? അടുത്തത് യു. നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, അവിടെ എല്ലാത്തിനും യു ആണ്. യു എപ്പോഴും പ്ലൂറലാണ്. നീ എന്ന് പറഞ്ഞാൽ ഒരാളാണെങ്കിലും യു പ്ലൂറല. ഹാവ് യു റിട്ടൺ എ ബുക്ക്? നീ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ? ഹാവ് യു റെഡ്? നീ വായിച്ചിട്ടുണ്ടോ? ഹാവ് യു റെഡ് മൈ ബുക്ക്? ഹാവ് യു റെഡ് മൈ ബുക്ക്? നീ എന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഹാവ് യു സെൻഡ് എ ലെറ്റർ? നീ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടോ? ഹാവ് യു ടോട്ട്? നീ പഠിപ്പിച്ചിട്ടുണ്ടോ? ഹാവ് യു ടോട്ട് ദം? നീ അവരെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഹാവ് യു പ്രേഡ്? നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഹാവ് യു ടേക്കൺ? നീ എടുത്തിട്ടുണ്ടോ? ഹാവ് യു ഡൺ? നീ ചെയ്തിട്ടുണ്ടോ? ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്? നീ നിന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഇനി അടുത്തത് ദേ. ഇതേപോലെ തന്നെയാണ് പ്ലൂറല്, അതുകൊണ്ട് ഹാവ് ഉപയോഗിക്കുന്നു. ഹാവ് ദേ റെഡ്? അവർ വായിച്ചിട്ടുണ്ടോ? ഹാവ് ദേ സെൻഡ് എ ലെറ്റർ? അവർ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടോ? ഹാവ് ദേ ടോട്ട്? അവർ പഠിപ്പിച്ചിട്ടുണ്ടോ? ഹാവ് ദേ പ്രേഡ്? അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഹാവ് ദേ ടേക്കൺ? അവർ എടുത്തിട്ടുണ്ടോ? ഹാവ് ദേ ഡൺ? അവർ ചെയ്തിട്ടുണ്ടോ? ഹാവ് ദേ ഡൺ ദെയർ ഹോംവർക്ക്? ഹാവ് ദേ ഡൺ ദെയർ ഹോംവർക്ക്? അവർ അവരുടെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കാം. അടുത്തത് മൈ ഫ്രണ്ട്സ്. ഏത് പ്ലൂറൽ വാക്ക് വേണമെങ്കിലും ഇവിടെ വയ്ക്കാം. ഹാവ് മൈ ഫ്രണ്ട്സ് റിട്ടൺ എ ബുക്ക്? ഹാവ് മൈ ഫ്രണ്ട്സ് റിട്ടൺ എ ബുക്ക്? എന്റെ ഫ്രണ്ട്സ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ? എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ സാധാരണ ഇംഗ്ലീഷിൽ നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ ചോദിക്കാറില്ല. ഹാവ് മൈ ഫ്രണ്ട്സ് റിട്ടൺ എ ബുക്ക്? ചോദിക്കാം, സാധാരണ ചോദിക്കാറില്ല. ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ട് ദേ എന്നുള്ള വാക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ.
ഇന്ന് നമ്മൾ രണ്ടാമത്തെ വാചകം കണ്ടു. ഇനി 2 വാചകങ്ങൾ കൂടിയുണ്ട്. നെഗറ്റീവിന്റെ ചോദ്യം. ഐ ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഹാവ് ഐ റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടോ? ഇത് ഒത്തിരി ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾ മലയാളത്തിൽ ഒത്തിരി ഉപയോഗിക്കില്ലേ? ശരിക്കും പഠിക്കുക. എപ്പോഴും ഓർക്കുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമേ ഇവിടെ ഉപയോഗിക്കാവൂ. അതുകൊണ്ട് ഈ ഫോം അറിയുന്നതായെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇനി എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. വീഡിയോ കോളൊക്കെ നടത്തി. അടുത്ത ആൾ വേണമെന്നില്ല, അരമണിക്കൂറെങ്കിലും ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മറ്റു വേർബ്സ് ഒക്കെ ഉപയോഗിക്കുക, ലിസ്റ്റിൽ നിന്ന് ഉപയോഗിക്കുക. അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വേർബ്സ്, ഈ 4 ഫോം പഠിക്കണം. പുതിയ വാക്കുകളും പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെയായിരിക്കും.
അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് നമ്മളെ വെർബുകളുടെ ലിസ്റ്റിലെ 13ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം രൂപങ്ങളിൽ 4 രൂപങ്ങളാണ്. ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ സാധിക്കില്ല. അപ്പൊ ഇവ നമ്മൾ ശരിക്കും പഠിക്കണം. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ടെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Verb, bore, born, beat, bet, beaten. ശ്രദ്ധിക്കണം, പാസ്റ്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും പ്രസന്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും ഒരേപോലെയാണ്. ഉച്ചാരണ വ്യത്യാസമുണ്ട്. ബീറ്റ്, ബെറ്റ്, ബീറ്റൺ ആണ്. ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ചൂസ്, ചോസ്, ചോസൺ. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഈറ്റ്, എറ്റ്, ഈറ്റൺ. ഇവിടെ പ്രത്യേകതയുണ്ട് ഈ വെർബുകളുടെ. ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിൽ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ED എന്നോ D എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. തുടങ്ങാം. ഡിസഗ്രി, ഡിസഗ്രീഡ്, ഡിസഗ്രീഡ്. ഡ്രൗൺ, ഡ്രൗൺഡ്, ഡ്രൗൺഡ്. ഫ്രൈ, ഫ്രൈഡ്, ഫ്രൈഡ്. harm, harmed, harmed. Excite, excited, excited. Force, forced, forced. Hug, hugged, hugged. Hope, hoped, hoped. Hum, hummed, hummed. Instruct, instructed, instructed. Interfere, interfered, interfered. Invent, invented, invented. Irritate, irritated. Entertain, entertained, entertained. Jog, jogged, jogged. Heat, heated, heated. Join, joined, joined. Last, lasted, lasted. Preserve, preserved, preserved. Prevent, prevented, prevented. Produce, produced, produced. Promise, promised, promised. ഓർക്കുക, ഈ വെർബുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവയുടെ ഉച്ചാരണം പഠിക്കണം, അർത്ഥവും പഠിക്കണം. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചില വെർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. അപ്പൊ ഈ വെർബുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.